ഹായ് എവരി വൺ, വെൽക്കം ടു ഷാൻസ് ലിറ്റിൽ ഹട്ട്. എല്ലാവർക്കും ഷാൻസ് ലിറ്റിൽ ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചിക്കൻ പിക്കിൾ, കോഴി അച്ചാർ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല, ഒരു സൂപ്പർ ടേസ്റ്റി ഡിഷാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക. ഈ ടേസ്റ്റി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ബോൺലെസ് ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ലെഗ് പീസോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുള്ളതാണ്. അത് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഏറ്റവും ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഈ ചിക്കൻ പീസസ് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഒന്ന് മാരിനേഷൻ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ടാണ് മാരിനേഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യാം. ഈ മാരിനേഷൻ ചെയ്ത ചിക്കൻ ഒരു 1 ഹവർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ചിക്കൻ വറുത്തെടുക്കാം. അതിനു വേണ്ടി ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം മാരിനേഷൻ ചെയ്ത ചിക്കൻ പീസസ് കുറച്ചായിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കത് എടുത്തു മാറ്റാം. ബാക്കിയുള്ള ചിക്കൻ പീസസ് കൂടെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. അച്ചാറിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണിത്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക്, ആവശ്യത്തിന് വിനാഗിരി, മുളക് പൊടി, അച്ചാർ പൊടി, കുറച്ച് കറിവേപ്പില. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കുക. ആ ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയിൽ നിന്നും കുറച്ച് ഒഴിക്കാം. കുറേ ഡേയ്സൊക്കെ വെക്കാനുള്ള അച്ചാറാണെങ്കിൽ സാധാരണ നല്ലെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ നല്ലെണ്ണ യൂസ് ചെയ്യുക. ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യണത്. ഇനി അതിലേക്ക് കടുക്,
എണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ, കറിവേപ്പില എന്നിവ ആഡ് ചെയ്യുക. കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി എന്നിവ ആഡ് ചെയ്ത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി, അച്ചാർ പൊടി എന്നിവ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചിലർക്ക് നല്ല എരിവ് വേണ്ടി വരും, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഇനി അത് ആ എണ്ണയിലൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതൊന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വിനെഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇത് ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ്. Thank you so much for watching my video.